Next theorem 2.9. Let script C be a collection of connected subsets of a space X such that no two members of script C are mutually separated. Then union C belongs to script C is also connected. അപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കണക്റ്റഡ് സബ്സെറ്റുകളാണ്. ഒരു ഫാമിലി ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് സ്പേസ് എക്സ്. ഓക്കെ, അതിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നോ ടു മെമ്പേഴ്സ് ഓഫ് സി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. മ്യൂച്വലി സെപ്പറേറ്റഡ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ യൂണിയൻ അതും കണക്റ്റഡ് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, സോ പ്രൂഫ് ലെറ്റ് എം ഈക്വൽ ടു യൂണിയൻ സി ബിലോങ്സ് ടു സി ദാറ്റ് ഈസ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ യൂണിയൻ ആണ് എം എന്ന് നമ്മൾ എടുക്കണം. ഓക്കെ, സ്ക്രിപ്റ്റ് സിയിൽ കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ യൂണിയൻ അതിന് നമ്മൾ എം എടുത്തു. ഇഫ് എം ഈസ് നോട്ട് കണക്റ്റഡ് then we could write M as A union B, where A, B are non-empty mutually separated subsets of X. നമുക്ക് കാണേണ്ടത് എം കണക്റ്റഡ് എന്നാണ്. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എം ഈസ് നോട്ട് കണക്റ്റഡ് എന്നാണ്. ഇപ്പോൾ നോട്ട് കണക്റ്റഡ് ആണെങ്കിൽ എമ്മിനെ നമുക്ക് രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എ യൂണിയൻ ബി, വെർ എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി ആൻഡ് മ്യൂച്വലി സെപ്പറേറ്റഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൊപ്പോസിഷൻ പ്രകാരം എന്തായിരുന്നു പ്രൊപ്പോസിഷൻ? എക്സ് ഒരു സ്പേസ്, സി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി, വെർ എ ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്, ദെൻ എയ്തർ സി സബ്സെറ്റ് ഓഫ് എ ഓർ സി സബ്സെറ്റ് ഓഫ് ബി. ഇതാണ്. അപ്പോൾ ഇവിടെ ഈ സികളെല്ലാം കണക്റ്റഡ് സബ്സെറ്റുകളാണ്. ഓക്കെ, സോ ഫോർ ഈച്ച് സി ബിലോങ്സ് ടു സി. ഓക്കെ, എന്ന് മാത്രമല്ല സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി, കാരണം നമ്മൾ എം എടുത്തിരിക്കുന്നത് യൂണിയൻ ഓഫ് സി എന്നുള്ളതാണ്. ഓക്കെ, സി ബിലോങ്സ് ടു സി ആണ്, സി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി. അപ്പോൾ അതുകൊണ്ട് തന്നെ എം ഈക്വൽ ടു എ യൂണിയൻ ബി ആയതുകൊണ്ട് സി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പ്രൊപ്പോസിഷനിലുള്ള ഹൈപ്പോത്തിസിസ് ആണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്തർ സി സബ്സെറ്റ് ഓഫ് എ ഓർ സി സബ്സെറ്റ് ഓഫ് ബി, ലാസ്റ്റ് പ്രൊപ്പോസിഷൻ പ്രകാരം. ഓക്കെ, നൗ വി കണ്ടന്റ് ദാറ്റ് ദ സെയിം പോസിബിലിറ്റി ഹോൾഡ്സ് ഫോർ ഓൾ സി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി. നമ്മളിവിടെ ഫോർ ഈച്ച് സി ബിലോങ്സ് ടു സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മളിനി കാണുന്നത് ഫോർ ഓൾ സി ബിലോങ്സ് ടു സി, എയ്തർ സി സബ്സെറ്റ് ഓഫ് എ ഫോർ ഓൾ സി ബിലോങ്സ് ടു സി ഓർ സി സബ്സെറ്റ് ഓഫ് ബി ഫോർ ഓൾ സി ബിലോങ്സ് ടു സി. ഓക്കെ, സ്ക്രിപ്റ്റ് സിയിലുള്ള എല്ലാ സികളും ഒന്നെങ്കിൽ എയിലുണ്ടാവും അല്ലെങ്കിൽ എല്ലാം ബിയിലുണ്ടാവും. ഓക്കെ, ഇഫ് ദിസ് ഈസ് നോട്ട് ദ കേസ്, ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാതും ഏതെങ്കിലും എയിലുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് സികളോ. ഇനി അതില്ല എന്നുള്ളത് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് ബിയിലുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു കേസാണ് എടുക്കുന്നത്. ദെൻ ദർ എക്സിസ്റ്റ് സി ഡി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സി സച്ച് ദാറ്റ് സി സബ്സെറ്റ് ഓഫ് എ ആൻഡ് ഡി സബ്സെറ്റ് ഓഫ് ബി. സി എന്നുള്ളത് എയിലും ഉണ്ടാവും, ഡി എന്നുള്ളത് ബിയിലും ഉണ്ടാവും. ഓക്കെ, ബട്ട് എ ആൻഡ് ബി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്, നമ്മൾ ഹൈപ്പോത്തിസിസ് ആണ്. ആൻഡ് ഹെൻസ് ദർ സബ്സെറ്റ്സ് സി ഡി ആർ ഓൾസോ മ്യൂച്വലി സെപ്പറേറ്റഡ് ആയിരിക്കും. എയും ബിയും മ്യൂച്വലി സെപ്പറേറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ സബ്സെറ്റും മ്യൂച്വലി സെപ്പറേറ്റഡ് ആയിരിക്കും. സോ കോൺട്രഡിക്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ദസ് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോൺട്രഡിക്ഷൻ വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കേസ് എടുക്കുന്നില്ല. നമ്മൾ പറയുന്നത് എയ്തർ സി സബ്സെറ്റ് ഓഫ് എ ഫോർ ഓൾ സി ബിലോങ്സ് ടു സി ഓർ സി സബ്സെറ്റ് ഓഫ് ബി ഫോർ ഓൾ സി ബിലോങ്സ് ടു സി എന്നുള്ളതാണ്. ഓക്കെ, ദസ് ഓൾ മെമ്പേഴ്സ് ഓഫ് സി ആർ കണ്ടെയ്ൻഡ് ഇൻ എ ഓർ ഓൾ ആർ കണ്ടെയ്ൻഡ് ഇൻ ബി. അക്കോർഡിംഗ്ലി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം ഈക്വൽ ടു എ ആയിരിക്കുമെന്നെങ്കിൽ അല്ലെങ്കിൽ എം ഈക്വൽ ടു ബി ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ യൂണിയനാണ്. എമ്മിനെ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒന്നിലുണ്ടെങ്കിൽ ഒന്നുകിൽ എം ഈക്വൽ ടു എ ആയിരിക്കാം അല്ലെങ്കിൽ എം ഈക്വൽ ടു ബി ആയിരിക്കും.
കോൺട്രഡിക്റ്റിംഗ് ദാറ്റ് എ ബി ആർ ബോത്ത് നോൺ എം ടി. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എം ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നത് എയും ബിയും നോൺ എം ടി എന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. സോ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള അസംഷൻ റോങ് ആണ്, അതായത് ഈ എം ഈസ് നോട്ട് കണക്റ്റഡ് നമ്മൾ എടുത്ത്, അപ്പോൾ അതിൻ്റെ അർത്ഥം എം കണക്റ്റഡ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് 2.10 corollary. Let script C be a collection of connected subsets of a space X, and suppose K is a connected subset of X, not necessarily a member of script C, such that C intersection K is not equal to 5 for all C belongs to script C. Then union C belongs to script C union K is connected. ഇവിടെ സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്നത് എക്സിൻ്റെ കണക്റ്റഡ് സബ്സെറ്റുകളുടെ കളക്ഷനാണ്. ഓക്കെ, ഇനി കെ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു കണക്റ്റഡ് സബ്സെറ്റ് ആണെന്ന് എടുത്തു. അപ്പോൾ അത് ഇതിലത്തെ മെമ്പർ ആയിക്കൊള്ളണമെന്നില്ല, ഇപ്പോൾ വേറെ ആയിരിക്കാം. ഇതൊരു കണക്റ്റഡ് സബ്സെറ്റുകളുടെ ഒരു കളക്ഷനാണ്. ചിലപ്പോൾ കെ ഇതിലത്തെ മെമ്പർ ആയിരിക്കാം, അതിലേക്ക് കെ വേറൊരു കണക്റ്റഡ് സബ്സെറ്റ് ആയിരിക്കാം എക്സിൻ്റെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ സി ഇൻ്റർസെക്ഷൻ കെ ഈസ് നോൺ എം ടി ആണ്. ഇത് രണ്ടും ഇൻ്റർസെക്ഷൻ എന്താണ്, നോൺ എം ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ സി ബിലോങ്സ് ടു ദെൻ ദിസ് യൂണിയൻ കെ, അതായത് ഈ പറയുന്ന കളക്ഷനിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയൻ പിന്നെ കെയുടെ യൂണിയനും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പ്രൂഫ് ലെറ്റ് എം ഈക്വൽ ടു യൂണിയൻ സി where C belongs to script C union K, and let script D equal to set of all K union C such that C belongs to script C. Then clearly we have M equal to union D where D belongs to script D. Okay, now by theorem above, each member of D is connected since it is a union of two connected sets which intersect, okay, and which are therefore not separated. Okay, now any two members of D have at least points K in common and so are not mutually separated. Okay, so again by theorem above, M is connected. Okay, now next proposition 2.11. Let x1 x2 be connected topological spaces and x is equal to x1 cross x2 with the product topology, then x is connected. We have x1 and x2 are connected topological spaces. Okay, and x be their product, that is x1 cross x2 equal to x with the product topology. Then this product is connected, that we want to show. So proof, if either x1 or x2 is empty, then so is x. ഇതിൽ ഏതെങ്കിലും ഒന്ന് empty ആണെങ്കിൽ x empty ആയിരിക്കും, and the result holds trivially. So assume x1 x2 are both non empty. Okay, now fix a point y1 belongs to x1, then the subset singleton y1 cross x2 is homeomorphic to x2 and hence it is connected. Okay, so we call this as K. Now for each x belongs to x2, the set x1 cross singleton x is similarly connected and its intersection with K is non-empty. Okay, also note that x1 cross x2 equal to union x1 cross singleton x where x belongs to x2 union K. So by the corollary above, x1 cross x2 is connected. Okay, now next corollary 2.12. The topological product of any finite number of connected spaces is connected. Finite number of connected spaceകളുടെ topological product എടുക്കുകയാണെങ്കിൽ അതും connected ആയിരിക്കും എന്നാണ് നമുക്ക് കാണുന്നത്. So proof, if x1, x2, etc. xn minus 1, xn are spaces with n greater than or equal to 2, then
their product x1 cross x2 cross etc. cross xn is homeomorphic to x1 cross etc. xn minus 1 cross xn. So the result follows by induction on n and the last theorem. Now next, proposition 2.13. The closure of a connected subset is connected. More generally, if C is connected subset of a space X, then any set D such that C subset of D subset of closure of C is connected. ഏതൊരു കണക്റ്റഡ് സബ്സെറ്റുകളുടെയും ക്ലോഷർ എടുത്താൽ അതും എന്തായിരിക്കും കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണുക. ഓക്കെ, സോ പ്രൂഫ്. സപ്പോസ് C is connected and C is subset of D, which is subset of closure of C. If D is not connected, okay, then we can write D as the union of two mutually disjoint subset of X. Okay, so D equal to A union B, where A and B are non-empty, also disjoint and close relative to T. Then C intersection A, C intersection B are disjoint closed subsets of C whose union is C. Okay, but given C is connected, so one of them, say C intersection B, is empty. This means C subset of A, and hence closure of C with respect to D is a subset of A, where the closure is with respect to D. Okay, but closure of C with respect to D equal to closure of C with respect to X intersection D, and which is equal to D, since D is subset of closure of C with respect to X. Okay, hence we have A equal to D, which contradicting that B is non-empty. So our assumption is wrong. So D is connected. Okay, so this completes the proof. Next definition ആണ്, a component of a space is maximally connected subset, that is a connected subset which is not properly contained in any connected subset of that space. ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമലി കണക്റ്റഡ് സബ്സെറ്റാണ്. അതൊരു കണക്റ്റഡ് സബ്സെറ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല മാക്സിമലി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, the space -1 0 union 0 1 with the usual topology has two components. ഏതൊക്കെയാണ്? -1 0 0 1. Okay, now we have some remarks. A space is connected if and only if it has only one component. A space connected ആണെങ്കിൽ അതിന് ഒരു കമ്പോണൻ്റ് ഉണ്ടാവുള്ളൂ. ഒരു കമ്പോണൻ്റ് മാത്രമുണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും, നെയ്മലി the whole space itself. Okay. Second, in a discrete space, the only connected subsets are the empty set and the singleton subsets, and hence all components are singleton sets. Such a space is said to be totally disconnected. Okay, a discrete space, the only connected subsets are the empty set and the singleton subsets, and hence all components are singleton sets. Okay, അങ്ങനെയുള്ള സ്പേസിനാണ് നമ്മൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രീറ്റ് സ്പേസുകളൊക്കെ ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ദ സെറ്റ് ഓഫ് റാഷണൽസ്, സെറ്റ് ഓഫ് ഇറാഷണൽസ്, ദ റിയൽ ലൈൻ വിത്ത് സെമി ഓപ്പൺ ഇൻ്റർവൽ ടോപ്പോളജി, ഇതൊക്കെ ടോട്ടലി ഡിസ്കണക്റ്റഡ് സ്പേസിന് എക്സാമ്പിൾസ് ആണ്. Okay, now next theorem 2.15. ഈ ഒരു തിയറം കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് കമ്പോണൻസ് ആർ ക്ലോസ്ഡ് സെറ്റ്സ്. സെക്കൻഡ്, എനി ടു ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്. തേർഡ്, എവറി നോൺ എംപ്റ്റി കണക്റ്റഡ് സബ്സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യുണീക്ക് കമ്പോണൻറ്റ്. ആൻഡ് ഫോർത്ത്, every space is the disjoint union of its components. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കമ്പോണൻസ് ആർ ക്ലോസ്ഡ് സെറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് എടുത്തു എക്സിൻ്റെ. ഓക്കെ, ദെൻ സി ഈസ് കണക്റ്റഡ് ബൈ ഡെഫിനിഷൻ ഓഫ് കമ്പോണൻറ്റ്.
Okay. Then by proposition 2.13, closure of C is also connected. 2.13 എന്താ പറയുന്നത്, the closure of a connected subset is connected എന്നാണ്. അപ്പോൾ ഇവിടെ C കണക്റ്റഡ് ആയതുകൊണ്ട് ഓക്കെ, ക്ലോഷർ ഓഫ് സിയും കണക്റ്റഡ് ആയിരിക്കും. ഇനി നമുക്കറിയാം C സബ്സെറ്റ് ഓഫ് ക്ലോഷർ ഓഫ് C. ഓക്കെ, ബട്ട് C ഈസ് മാക്സിമൽ വിത്ത് റെസ്പെക്ട് ടു ദ പ്രോപ്പർട്ടി ബീങ് കണക്റ്റഡ്. മാക്സിമൽ ആയതുകൊണ്ട് നോ പ്രോപ്പർ സൂപ്പർ സെറ്റ് ഓഫ് C ക്യാൻ ബി കണക്റ്റഡ്. പക്ഷെ ഇവിടെ നമുക്ക് ക്ലോഷർ ഓഫ് C കണക്റ്റഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്നാൽ ഇത് രണ്ടും എന്താണ്, സെയിം ആണെന്ന് അർത്ഥം. C ഈക്വൽ ടു ക്ലോഷർ ഓഫ് C ആൻഡ് സോ C ഈസ് ക്ലോസ്ഡ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ബി പാർട്ട്. ഇതിൽ നമുക്ക് കാണാനുള്ളത് എനി ടു ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് ആർ മ്യൂച്വലി ഡിസ്ജോയിൻ്റ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം രണ്ട് കമ്പോണൻസുകൾ എടുക്കും, C ഡാഷ് ബി ടു കമ്പോണൻസ്. ഇഫ് C ഇൻ്റർസെക്ഷൻ C ഡാഷ് ഈസ് നോൺ എംപ്റ്റി എന്ന് വെച്ചാൽ ഇത് രണ്ടും മ്യൂച്വലി ഡിസ്ജോയിൻ്റ് അല്ല നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ദെൻ ബൈ തിയറം 2.9 നമ്മളിവിടെ കണ്ടതാണ്. 2.9 ഒരു സ്ക്രിപ്റ്റ് C എടുത്തു, കളക്ഷൻ ഓഫ് connected subsets of X such that no two members of C are mutually disjoint. എന്നിട്ട് നമ്മൾ അതിൻ്റെ യൂണിയൻ കണക്റ്റഡ് ആണെന്ന് കണ്ടിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, C യൂണിയൻ C ഡാഷ് വുഡ് ബി കണക്റ്റഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബട്ട് C സബ്സെറ്റ് ഓഫ് C യൂണിയൻ C ഡാഷ് ആൻഡ് C ഡാഷ് സബ്സെറ്റ് ഓഫ് C യൂണിയൻ C ഡാഷ് നമുക്കറിയാം. പക്ഷെ ഇവിടെ C യൂണിയൻ C ഡാഷ് കണക്റ്റഡ് എന്ന് കിട്ടി. സിയും C ഡാഷും കമ്പോണൻസ് ആണ്, എന്നുവെച്ചാൽ മാക്സിമൽ കണക്റ്റഡ് സബ്സെറ്റുകളാണ്. അപ്പോൾ മാക്സിമാലിറ്റി ഉണ്ടായതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു ഇതിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ഒരിക്കലും കണക്റ്റഡ് ആവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, C ഈക്വൽ ടു C യൂണിയൻ C ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു C ഡാഷ് കിട്ടും. എല്ലാം സെയിം ആണെന്ന് കിട്ടും. Okay, thus two distinct components are disjoint. Okay, now C part നമുക്ക് എന്താ കണ്ടത്, every non-empty connected subset is contained in a unique component എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് A എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി കണക്റ്റഡ് സബ്സെറ്റ് എടുത്തു Xൻ്റെ. Now let script C be the collection of all connected subsets of X containing A. നമ്മൾ സ്ക്രിപ്റ്റ് C എടുക്കുന്നത് എക്സിൻ്റെ കണക്റ്റഡ് സബ്സെറ്റുകളുടെ ഒരു കളക്ഷനാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലൊക്കെ A ഉണ്ടാവും. A കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എക്സിൻ്റെ എല്ലാ കണക്റ്റഡ് സബ്സെറ്റുകളുടെയും കളക്ഷനാണ് നമ്മൾ C എടുക്കുന്നത്. പിന്നീട് നമ്മൾ M ഈക്വൽ ടു എന്ന് പറയുന്നത് ഈ കളക്ഷനിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയൻ M എടുത്തു. ദെൻ എനി ടു മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് C ഇൻ്റർസെക്റ്റ് ആൻഡ് സോ ബൈ തിയറം 2.9 M ഈസ് കണക്റ്റഡ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 2.9. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, M കണക്റ്റഡ് ആണെന്ന് കിട്ടി. നൗ ക്ലിയർലി A subset of M, we claim M is a component. Okay, for this suppose N is a connected subset of X containing M എന്നെടുത്ത് നമ്മൾ, then N belongs to script C and so N subset of M. Okay, so this means M equal to N. In other words, M is a maximally connected subset of X. Okay, thus every non-empty subset is contained in a component. Okay, such a component is unique since two distinct components are disjoint. Now last one, ഇവിടെ നമുക്ക് കാണാനുള്ളത് every space is the disjoint union of its components എന്നാണ്. So this assertion follows from the fact that for any X belongs to X, singleton X is a connected set and hence there is a unique component C of X such that X belongs to C. Okay, so this completes the proof of theorem 2.15. Okay, ഇനി ഈ തിയറത്തിൻ്റെ താഴെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം അതിൻ്റെയൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതോട് കൂടിയിട്ട് ചാപ്റ്റർ 6 സെക്ഷൻ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എക്സസൈസ് പാർട്ടുകളും നിങ്ങൾ നോക്കണം. ഓക്കെ, താങ്ക് യു.